ഏതൊരു ഷോട്ടിനു മുമ്പ് ക്രൂശിത രൂപമെടുത്ത് ചുംബിച്ചിടും, നെറ്റിയിൽ സ്റ്റെമ്പണിഞ്ഞിടും, പിച്ചിൽ മെല്ലെ നടക്കും. എല്ലാവരും പിരിഞ്ഞു പോകുന്ന അവസരത്തിൽ സഞ്ജു സാംസൺ ആ ഗ്രൗണ്ട് വിട്ടു പോകുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം ഓടിയെത്തിയത് ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ പക്കലേക്കാണ്. ഇപ്പോൾ അദ്ദേഹം റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാനായിട്ട് മറ്റൊരു ബ്രെയിൻ ലാറയെ പോലെ ജമ്പ് ചെയ്ത് ആ ഷോട്ട് ചെയ്യുമ്പോൾ കെവിൻ പീറ്റേഴ്സൺ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഒരു സെലക്ടറായിരുന്നെങ്കിൽ, ഇന്ത്യൻ ടീമിൻ്റെ സെലക്ടറായിരുന്നുവെങ്കിൽ ആദ്യം തന്നെ സെലക്ട് ചെയ്യുന്നത് സഞ്ജു സാംസൺ. സൺഡേ ഷാലോമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഫാദർ ആൻഡോ ബൈജു, തിരുവനന്തപുരം അതിരൂപതയിലെ വൈദികനാണ്. ഈയിടയ്ക്ക് വായിച്ചു കേട്ട വളരെ മനോഹരമായൊരു കവിതയാണ്. കവിത എഴുതിയത് ശ്രീകാന്ത് താമരശ്ശേരി. സഞ്ജു സാംസനെ കുറിച്ചാണ് കവിത. കവിതയുടെ പേര് സഞ്ജു ഗ്രീസിൽ കളി തുടങ്ങുമ്പോൾ. ഈ കവിതയിൽ പറയുന്ന 4 വരി വളരെ മനോഹരമാണ്. കവിത ഇങ്ങനെയാണ്: കൃത്യമേതൊരു ഷോട്ടിനു മുമ്പും ക്രൂശിത രൂപമെടുത്ത് ചുംബിച്ചിടും, നെറ്റിയിൽ സ്റ്റെമ്പണിഞ്ഞിടും, പിച്ചിൽ മെല്ലെ നടക്കും. ഇതാണ് ഈ കവിതയുടെ സഞ്ജു സാംസനെ കുറിച്ച് പറയുന്ന വളരെ മനോഹരമായ 4 വരി. നമുക്കറിയാം, ഈ വരുന്ന ലോകകപ്പ് T20 കപ്പിൽ സഞ്ജു സാംസന് സെലക്ഷൻ കിട്ടിയതിൽ ഇന്ന് കേരളം മാത്രമല്ല, ഇന്ത്യ മുഴുവനും അഭിമാനിക്കുന്ന, ആഗ്രഹിച്ച ഒരു പേരായിരുന്നു T20 ലോകകപ്പിൽ സഞ്ജു സാംസൻ്റെ പേര് വരണമെന്ന്, അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ജേഴ്സി അണിഞ്ഞ് വേൾഡ് കപ്പിന് കളിക്കാൻ ഇറങ്ങണമെന്ന്. സഞ്ജു സാംസനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി നല്ല മുഹൂർത്തങ്ങൾ അദ്ദേഹം രാജ്യത്തിനായിട്ട് തൻ്റെ കായികത്തിലൂടെ നൽകിയ സേവനങ്ങൾ നോക്കുമ്പോൾ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ്. തൻ്റെ ജീവിത കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് സ്പഷ്ടമായിട്ട് മനസ്സിലാകും, വെറുമൊരു തീരദേശ ഗ്രാമത്തിൽ ജനിച്ച് ഒരു കോൺസ്റ്റബിൾ പോലീസിൻ്റെ മകനായി ജനിച്ച്, എന്നാൽ അതിനേക്കാളും ഉപരിയായിട്ട് രാജ്യത്തിൻ്റെയും കേരളത്തിൻ്റെയും പേര് ഉഷസ് ഉയർത്തുവാൻ വേണ്ടി തൻ്റെ ജീവിതം കൊണ്ടും തൻ്റെ കഴിവ് കൊണ്ടും കാണിച്ച ഒരു മനുഷ്യൻ. ഈയിടയ്ക്ക് IPL രാജസ്ഥാൻ റോയൽസിൻ്റെ 14ാമത്തെ മത്സരത്തിൽ KKRമായിട്ടുള്ള മത്സരമായിരുന്നു. മഴ കാരണം കളി അവസാനിപ്പിച്ചു. എല്ലാവരും പിരിഞ്ഞു പോകുന്ന അവസരത്തിൽ സഞ്ജു സാംസൺ ആ ഗ്രൗണ്ട് വിട്ടു പോകുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം ഓടിയെത്തിയത് ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ പക്കലേക്കാണ്. പാവപ്പെട്ടവരായ അവരുടെ അടുത്ത് നിന്ന് സെൽഫി എടുത്ത് പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു പോകുന്ന സഞ്ജു സാംസൻ്റെ മുഖം കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കാരണം കായികത്തിലൂടെ, കളിയിലൂടെ, ക്രിക്കറ്റിലൂടെ ഒത്തിരി പ്രതിഭയായി വളർന്ന ഒരു മനുഷ്യൻ ഇത്രയ്ക്കും സിമ്പിളായി മാറുന്നത് എങ്ങനെയാണെന്ന് ആ സമയം ഞാൻ തന്നെ അറിയാതെ ചോദിച്ചു പോയൊരു ചോദ്യമാണ്. എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഞാൻ വെസ്റ്റ് ഇൻഡീസിൻ്റെ ഫാനാണ്. ഞാൻ ക്രിക്കറ്റ് കളിയിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ ഫാനാണ്. അപ്പോഴൊക്കെ ഒത്തിരി ആകാംക്ഷയോടെ കണ്ടിരുന്ന ഒരു കളിക്കാരനാണ് ബ്രെയിൻ ലാറ. അദ്ദേഹത്തിൻ്റെ ഷോട്ടെന്ന് പറയുന്നത് കവറിലേക്ക് ജമ്പ് ചെയ്ത് ഷോട്ട് ചെയ്യുന്ന ഒരു ഷോട്ടുണ്ട്. ഞാൻ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആകെ ആ ഒരു ഷോട്ട് കാണുവാൻ സാധിച്ചത് സഞ്ജു സാംസണിൽ നിന്നാണ്. ഇപ്പോൾ അദ്ദേഹം റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാനായിട്ട് മറ്റൊരു ബ്രെയിൻ ലാറയെ പോലെ ജമ്പ് ചെയ്ത് ആ ഷോട്ട് ചെയ്യുമ്പോൾ തീർച്ചയായും ഞാനും അദ്ദേഹത്തിൻ്റെ വലിയൊരു ബിഗ് ഫാനായിട്ട് മാറുകയാണ്. തൻ്റെ ക്രിക്കറ്റ് കരിയറിൽ ഏതാണ്ട് 14 വർഷം പിന്നിടുകയാണ്. 2012 കളി തുടങ്ങിയതാണ്.
ഇന്ത്യൻ ടീമിലേക്കുള്ള സെലക്ഷനായി ബന്ധപ്പെട്ട് അദ്ദേഹം കളി തുടങ്ങിയതാണ്. എന്നാൽ തൻ്റെ കാലഘട്ടങ്ങളിൽ മുഴുവനും നോക്കിക്കാണുമ്പോൾ പല സ്ഥലങ്ങളിലും തഴയുന്ന ഒരു അനുഭവമാണ് സഞ്ജു സാംസൺ ഉണ്ടായിരുന്നത്. അപ്പോഴെല്ലാം ഈശ്വരവിശ്വാസം കൈവെടിയാതെ, ആത്മവിശ്വാസം കൈവെടിയാതെ, ധീരതയോടുകൂടെ പോരാടുന്ന ഒരു മനുഷ്യനായിട്ട് നമുക്കവർ കാണാൻ സാധിക്കും. രണ്ടായിരത്തി 12 മുതൽ ഈ ക്രിക്കറ്റ് ലോകത്തിലേക്ക് അദ്ദേഹം ചുവടുകൾ വയ്ക്കുകയുണ്ടായി. ഇന്ന് 2024 നിൽക്കുമ്പോൾ അദ്ദേഹം T20 ലോകകപ്പിൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ വർഷത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ സഞ്ജു സാംസൻ്റെ കരിയർ നോക്കുകയാണെങ്കിൽ നമുക്കത് കാണുവാൻ സാധിക്കും. വെറും 13 മത്സരങ്ങളിൽ 504 റൺസ് അടിച്ച് 56 ബാറ്റിംഗ് അവറേജുള്ള 170-ൽ പരം സ്ട്രൈക്ക് റേറ്റുള്ള ഒരു കളിക്കാരനായിട്ട്, ഒരു ക്യാപ്റ്റനായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞു. തൻ്റെ ടീമിനെ, രാജസ്ഥാൻ റോയൽസിനെ നയിക്കുമ്പോഴും പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ പോലും, പ്രതിസന്ധി സമയങ്ങളിൽ പോലും അദ്ദേഹം ധീരനായി നല്ലൊരു പോരാളിയായിട്ട് തൻ്റെ ടീമിനെ നയിക്കുവാനുള്ള ശക്തിയും കഴിവും അദ്ദേഹത്തിന് ഉണ്ട് എന്ന് തന്നെയാണ്. ഞാൻ സ്ഥിരമായിട്ട് ക്രിക്കറ്റ് കളി കാണുന്നവനാണ്. ഞാൻ സ്ഥിരമായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. സ്പോർട്സ് പരമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഒരു രീതിയിൽ ഞാൻ സഞ്ജു സാംസൻ്റെ എല്ലാ കളികളും വീക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈയിടയ്ക്ക് ഹർഭജൻ സിംഗ് പറഞ്ഞത് ഒരു വാക്ക് ഇങ്ങനെയാണ്: ഇന്ത്യയുടെ ഫ്യൂച്ചർ ക്യാപ്റ്റനാണ് സഞ്ജു സാംസൺ. 2020 ഗൗതം ഗംഭീർ സഞ്ജു സാംസനെ കുറിച്ച് പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്: ഇപ്പോഴത്തെ ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് യങ് ക്രിക്കറ്ററാണ് സഞ്ജു സാംസൺ എന്നാണ് പറഞ്ഞു വെച്ചത്. ഇന്ന് ലോകം മുഴുവനും, പ്രത്യേകിച്ച് ഓരോ ഇന്ത്യൻ കളിക്കാർ പോലും വളരെ അസൂയയോടുകൂടി നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ് സഞ്ജു സാംസൺ. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു പലപ്പോഴും സഞ്ജു സാംസനെ പല സീരീസിലും പല മത്സരങ്ങളിലും തഴയപ്പെട്ടുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കഴിഞ്ഞ 2023 50 ഓവർ വേൾഡ് കപ്പിൽ സഞ്ജു സാംസന് സ്ഥലം കിട്ടിയില്ല, ഇടം കണ്ടെത്താൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് 56% ബാറ്റിംഗ് അവറേജുള്ള ഒരു മനുഷ്യനാണ്. എന്നിട്ട് പോലും ടീമിലേക്ക് ചാൻസ് കിട്ടിയില്ല. എന്നാൽ അദ്ദേഹം ആ വിമർശനങ്ങളെല്ലാം മൈക്ക് കൊണ്ടും അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ടൊന്നും പറയാതെ സ്വയം അതിനെ മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചും കൂടി തൻ്റെ കഴിവുകളെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി ശക്തമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ടാണ് കാണുവാൻ സാധിച്ചത്. അദ്ദേഹത്തെ സഞ്ജു സാംസൻ്റെ പപ്പ സാംസൺ ചേട്ടൻ സഞ്ജുവിനെ കുറിച്ച് പറയുക ഇങ്ങനെയാണ്: അതായത് തൻ്റെ ജീവിതത്തിലുള്ള പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ താൻ വിജയിക്കുവാൻ വേണ്ടി ശക്തമായി പോരാടുന്ന ഒരു മകനായിട്ടാണ് സഞ്ജുവിനെ കാണുവാൻ സാധിച്ചത്. തീർച്ചയായിട്ടും നമുക്കറിയുവാൻ സാധിക്കും, തൻ്റെ സഞ്ജു സാംസൻ്റെ ജീവചരിത്രത്തിലൂടെ അല്ലെങ്കിൽ ജീവിതത്താളുകളിലൂടെ നമ്മളൊന്ന് കടന്നു പോവുകയാണെങ്കിൽ അദ്ദേഹം കടന്നു പോകുന്ന ഓരോ വഴികളും പലപ്പോഴും ഇന്ത്യൻ ടീമിലേക്ക് കയറുമെന്ന് പ്രതീക്ഷിക്കുകയും എന്നാൽ തഴയപ്പെടുന്ന അനുഭവങ്ങളുണ്ടാകുമ്പോൾ ഒരിക്കലും നിരാശനാകാതെ അദ്ദേഹം ആ നിരാശയിൽ വീണു പോകാതെ വീണ്ടും കർത്താവിൽ, ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സഞ്ജു സാംസനെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ശ്രീകാന്ത് താമരശ്ശേരി തൻ്റെ കവിതയിൽ ഇങ്ങനെ എഴുതി വെച്ചത്: കൃത്യമായതൊരു ഷോട്ട് എടുക്കുമ്പോഴും ക്രൂശിത രൂപമെടുത്ത് ചുംബിച്ചിടും. കാരണം അവഗണനയുടെ രൂപമണിഞ്ഞവനാണ് കൃഷ്ണനാഥൻ. അതേപോലെ തന്നെയാണ് സഞ്ജു സാംസൺ. പലപ്പോഴും ഇന്ത്യൻ ടീമിലേക്ക് നിന്ന് തഴയപ്പെട്ടപ്പോഴും അവഗണന ഉണ്ടാകുമ്പോഴും ഒരിക്കലും അതിന് ഓടി മറയാതെ അതിനെ ധീരതയോടുകൂടെ പോരാടുന്നൊരു മനുഷ്യൻ. എനിക്ക് തോന്നുന്നു സഞ്ജു സാംസന് ഈ ധീരത കിട്ടുന്നത് കടലിൻ്റെ മകനായതുകൊണ്ടാണെന്ന് തോന്നുന്നു. കടലെന്ന് പറയുന്നത്, കടലിൻ്റെ മക്കളെന്ന് പറയുന്നത് തിരയെ മുറിച്ചുകൊണ്ട് അതിനെ സഞ്ചരിക്കുന്ന വ്യക്തികളാണ്. തീർച്ചയായിട്ടും സഞ്ജു സാംസൻ്റെ ജീവിതത്തിൽ ഈ തിരകളെല്ലാം മറികടന്ന് നല്ലൊരു സുവർണ കാലഘട്ടം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇംഗ്ലണ്ട് ക്രിക്കറ്റ് സൂപ്പർ സ്റ്റാറായ കെവിൻ പീറ്റേഴ്സൺ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഒരു സെലക്ടറായിരുന്നെങ്കിൽ, ഇന്ത്യൻ ടീമിൻ്റെ സെലക്ടറായിരുന്നുവെങ്കിൽ ആദ്യം തന്നെ സെലക്ട് ചെയ്യുന്നത് സഞ്ജു സാംസനായിരിക്കും. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇനിയും ഒത്തിരി നല്ല മുഹൂർത്തങ്ങളുണ്ടാകും. ഇന്ത്യക്ക് വേണ്ടി ഒത്തിരിയധികം ബാറ്റുകൾ തൻ്റെ കൈകളിൽ ഏന്തിക്കൊണ്ട് ഇന്ത്യൻ ജനതയ്ക്ക് മുഴുവനായിട്ട് ഗ്രീസിൽ നിന്നുകൊണ്ട്
ഓരോ റണ്ണും വാരിക്കൂട്ടും. ഇന്ത്യക്ക് വേണ്ടി ഓരോ ചരിത്ര മുഹൂർത്തങ്ങളും അദ്ദേഹം സ്ഥാപിച്ചെടുക്കും. കാരണം മഞ്ഞുമേൽ ബോയ്സ് സിനിമയിൽ പാടുന്ന ഒരു പാട്ട് പോലെ വിയർപ്പ് തുന്നിയെടുത്ത കുപ്പായമാണ് അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിന് ആർക്കും തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. വീണ്ടും വിജയിച്ച് മുന്നേറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി.